രചന ദേവാംശി ദേവ. ബന്ധങ്ങൾ ബന്ധനങ്ങൾ. ഹായ് ഫ്രണ്ട്സ്, ഞാൻ കാർത്തിക് കൃഷ്ണ. മുഖത്തൊക്കെ തുന്നിക്കെട്ടിയതിൻ്റെ പാടുകളുമായി ഒരു ചെറുപ്പക്കാരൻ സ്ക്രീനിൽ വന്നു. എൻ്റെ മുഖത്തെ ഈ പാടുകളൊക്കെ കണ്ട് ഞാനൊരു ഗുണ്ടയാണെന്ന് നിങ്ങൾ കരുതരുത്. 3 മാസം മുൻപ് എനിക്കൊരു ആക്സിഡന്റ് പറ്റിയതാണ്. ബൈക്കിൽ നിന്നും തെറിച്ചു വീണ ഞാൻ റോഡിനരികിൽ കിടന്നൊരു കല്ലിൽ മുഖമടിച്ചാണ് വീണത്. അങ്ങനെ പറ്റിയതാണിതൊക്കെ. അടുത്ത നിമിഷം സ്ക്രീനിൽ സുന്ദരനായൊരു ചെറുപ്പക്കാരൻ്റെ മുഖം തെളിഞ്ഞു. ഇതായിരുന്നു 3 മാസം മുൻപുള്ള ഞാൻ. എനിക്ക് പറ്റിയ അപകടത്തെക്കുറിച്ച് പറയാനല്ല ഞാനിപ്പോൾ വന്നത്. എൻ്റെ പ്രണയത്തെപ്പറ്റി പറയാനാണ്. അല്ല, എൻ്റെ പ്രണയമായിരുന്നവളെ പറ്റി പറയാനാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ്, കൃത്യമായി പറഞ്ഞാൽ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, ഒരു പെൺകുട്ടിയോട് എനിക്കിഷ്ടമാണെന്ന് പറഞ്ഞു. അവിടെ നിന്നിങ്ങോട്ട് 5 വർഷത്തോളം അവൾ എൻ്റെ പ്രാണനായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് +1 ചേർന്നു, ഒരുമിച്ച് ഡിഗ്രിക്കും. കോളേജിലെ കുട്ടികൾക്കും ടീച്ചേഴ്സിനും, എന്തിന്, ആ കോളേജിലെ ഓരോ ചെടികൾക്ക് പോലും ഞങ്ങളുടെ പ്രണയം അറിയാം. അവളുടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാൻ എനിക്കൊരുപാട് ഇഷ്ടമായിരുന്നു. അവളുടെ ഒരു ബർത്ത്ഡേയും ഞാൻ മറന്നിട്ടില്ല. പഠിക്കാൻ മിടുക്കിയായ അവളുടെ ഓരോ വിജയങ്ങളും എൻ്റെ വിജയങ്ങളെക്കാൾ കൂടുതൽ ഞാൻ ആഘോഷിച്ചു. പലപ്പോഴും ഫീസ് കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയിൽ അവൾക്ക് വേണ്ടി ഫീസ് അടച്ചിരുന്നത് ഞാനായിരുന്നു. അന്നൊക്കെ അവൾ പറഞ്ഞിരുന്നത് ഞാൻ അവളുടെ ദൈവമാണെന്നായിരുന്നു. പക്ഷേ ഇന്ന് അവൾക്ക് ഞാൻ അന്യനാണ്. ഒരു ആക്സിഡൻറ്റിൽ എൻ്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടപ്പോൾ അവൾക്ക് എന്നെ വേണ്ടാതായി. എന്നെ വിവാഹം കഴിച്ചാൽ അവൾക്ക് നാട്ടുകാരുടെ മുഖത്ത് നോക്കാൻ കഴിയില്ലെന്ന് ഒരു ഗുഡ് ബൈ പറഞ്ഞ് അവൾ പോയപ്പോൾ കൂടെ പോയത് എൻ്റെ പ്രാണൻ കൂടിയായിരുന്നു. ആ അവസ്ഥയിൽ ഞാൻ ആദ്യം ചിന്തിച്ചത് ആത്മഹത്യയെക്കുറിച്ചായിരുന്നു. പക്ഷേ അടുത്ത നിമിഷം എൻ്റെ അമ്മയെപ്പറ്റിയും ഞാൻ അച്ഛനെപ്പറ്റിയുമാണ് ചിന്തിച്ചത്. പിന്നെ ഇപ്പോഴും എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ നല്ല സൗഹൃദങ്ങളെക്കുറിച്ചും. മരിക്കാൻ എനിക്ക് മനസ്സില്ല. വീഡിയോ തീർന്നതും ഒരു ചെറുചിരിയോടെ വീണ ഫോൺ ഓഫ് ചെയ്തു. ഇത്രയും കണ്ടിട്ടും നിനക്ക് എങ്ങനെ ചിരിക്കാൻ കഴിയുന്നു വീണ? ചോദ്യം കേട്ട് വീണ തിരിഞ്ഞു നോക്കി. ശീതൾ, തൻ്റെ കുട്ടിക്കാലം മുതലുള്ള കൂട്ടുകാരി. എന്തുമാത്രം സ്നേഹിച്ചതാടി അവ നിന്നെ. ഈ കോളേജിൽ എവിടെയെങ്കിലും നിന്നെയോ അവനെയോ ഒറ്റയ്ക്ക് കാണാൻ കഴിയുമായിരുന്നോ? എപ്പോഴും ഒരുമിച്ച്. ഒരു നിമിഷം അവൻ നിന്നെ ഒറ്റയ്ക്കാക്കിയിട്ടുണ്ടോ? അവന് നിന്നോടുള്ള സ്നേഹം കണ്ട് അസൂയ തോന്നിയിട്ടുണ്ട് വീണ, എനിക്ക് പോലും. എന്നിട്ടും ഇങ്ങനെയൊരവസ്ഥയിൽ നിനക്കെങ്ങനെ അവനെ കൈവിടാൻ തോന്നി? പുറത്തുള്ള സൗന്ദര്യമാണോ വീണ വലുത്? അവൻ്റെ മനസ്സ് നീ കണ്ടിട്ടില്ലേ? ശീതൾ, വേണ്ട, നിന്റെ ന്യായീകരണങ്ങളൊന്നും എനിക്ക് കേൾക്കണ്ട. എൻ്റെ കളി കൂട്ടുകാരിയോട് എനിക്കിപ്പോൾ തോന്നുന്ന വികാരം അറപ്പാണ്. ശീതൾ തിരിഞ്ഞു നടന്നപ്പോൾ വീണയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് ക്ലാസ്സിലേക്ക് നടന്നു. ക്ലാസ്സിലെ വിദ്യാർത്ഥികളൊക്കെ പുച്ഛത്തോടെ അവളെ നോക്കി. പഠിക്കാൻ മിടുക്കിയായ വീണ എന്ന കുട്ടിയോട് ടീച്ചർമാർക്കൊക്കെ ഒരു പ്രത്യേക സ്നേഹമായിരുന്നു. എന്നാൽ അന്നു മുതൽ ദേഷ്യത്തോടെ അല്ലാതെ അവർ വീണയെ നോക്കിയില്ല. വൈകുന്നേരം വീട്ടിലെത്തിയപ്പോൾ മുറ്റത്ത് കിടക്കുന്ന ഓട്ടോ കണ്ടപ്പോൾ തന്നെ അവളുടെ നെഞ്ചിലൊരു കൊള്ളിയാൻ മിന്നി. ഓ, വന്നോ തമ്പുരാട്ടി? വീണയുടെ ചേച്ചി വിദ്യ ഉറഞ്ഞു തുള്ളിക്കൊണ്ട് അവളുടെ മുന്നിലെത്തി. ചേച്ചി എപ്പോൾ വന്നു? ഞാൻ എപ്പോൾ വന്നാ നിനക്കെന്താടി? നിന്നെ കാണാൻ തന്നെയാ ഞാൻ വന്നത്. ഞാൻ ഗിരീഷേട്ടൻ്റെ കൂടെ ഇറങ്ങിപ്പോയപ്പോൾ എന്തായിരുന്നു നിന്റെ പ്രസംഗം? ചേച്ചി ചെയ്തത് ശരിയായില്ല, അമ്മയില്ലാത്ത നമ്മൾ 2 പെൺകുട്ടികളെ വളർത്തിയ അച്ഛനെപ്പറ്റി ചേച്ചി ഓർത്തില്ല, ചേച്ചിക്ക് പഠിച്ചൊരു ജോലി നേടിയിട്ട് വിവാഹത്തെപ്പറ്റി ഓർത്താൽ പോരായിരുന്നോ? ഇതിപ്പോൾ എല്ലാവരും അച്ഛനെയല്ലേ പറയൂ. എന്തൊക്കെയായിരുന്നു? ശരിയാടി, ഞാനൊരാളെ സ്നേഹിച്ചു, അയാളോടൊപ്പം പോയി രജിസ്റ്റർ മാരേജ് ചെയ്തു. ഇപ്പോൾ അയാളുടെ കൂടെ തന്നെ അന്തസ്സായി ജീവിക്കുന്നുമുണ്ട്. അല്ലാതെ നിന്നെപ്പോലെ ഒരുത്തനെ സ്നേഹിച്ച് 5 വർഷം അവൻ്റെ കയ്യിലുള്ളതെല്ലാം ഊറ്റിയിട്ട്
ഉപേക്ഷിച്ച് കളയാനും മാത്രം മനസാക്ഷിയില്ലാത്തവളല്ല ഞാൻ. വീണ മറുപടി ഒന്നും പറയാതെ റൂമിലേക്ക് പോയി. അതുവരെ അടക്കി നിർത്തിയിരുന്ന കണ്ണുനീർ ഒഴുകിയിറങ്ങി. മോളെ, അവളുടെ അച്ഛൻ്റെ ശബ്ദം കേട്ടതും അവൾ വേഗം കണ്ണുകൾ തുടച്ച് പുഞ്ചിരിയോടെ തിരിഞ്ഞു നോക്കി. മോളുടെ വിഷമം അച്ഛന് മനസ്സിലാകും. മോള് തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് അച്ഛനറിയാം. പിന്നെന്തിനാ മോള് കരയുന്നത്? വാത്സല്യത്തോടെ അവളുടെ മുടിയിൽ തഴുകിക്കൊണ്ട് അയാൾ ചോദിച്ചു. വീണ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അയാളുടെ നെഞ്ചിലേക്ക് വീണു. കുറ്റപ്പെടുത്തലുകൾക്കും അവഗണനകൾക്കുമിടയിൽ വീണ മുന്നോട്ട് തന്നെ നടന്നു. ഇതിനിടയിൽ കാർത്തിക്കും ശീതളും വിവാഹിതരായി. കാർത്തിക്കിന്റെ ജീവിതസഖിയായതിൽ സോഷ്യൽ മീഡിയ ശീതളിനെ പുകഴ്ത്തുന്നു. കൂട്ടത്തിൽ വീണയെ കുറ്റപ്പെടുത്താനും മറന്നില്ല. വർഷങ്ങൾ കടന്നുപോയി. ചേച്ചി, ഇങ്ങനെ പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. വിദ്യാഭ്യാസവും ജോലിയുമുള്ള സ്ത്രീകൾക്ക് തന്നെയാണ് ഇന്നത്തെ സമൂഹത്തിൽ മുൻഗണന. ചേച്ചിക്കതില്ല. പക്ഷേ ചേച്ചിയുടെ ഭർത്താവിൻ്റെ അനിയൻ്റെ ഭാര്യയ്ക്ക് അതുണ്ട്. അതുകൊണ്ടാണ് ചേച്ചിക്ക് അത്രയും പരിഗണന അവിടെ കിട്ടാത്തത്. അതൊന്നും എനിക്ക് പ്രശ്നമില്ല വീണ. പക്ഷേ ഗിരീഷേട്ടന് പോലും എന്നോട് മുൻപത്തെ സ്നേഹമില്ല. എപ്പോഴും കുറ്റപ്പെടുത്തലാണ്. വിദ്യ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ചേച്ചി, പ്രണയിക്കുമ്പോഴും വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിലും പരസ്പരം മത്സരിച്ച് സ്നേഹിക്കാനേ എല്ലാവരും നോക്കൂ. പക്ഷേ കാലം മുന്നോട്ട് പോകുമ്പോൾ, കുട്ടികളൊക്കെ ആയിക്കഴിയുമ്പോൾ, പ്രാരാബ്ധങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുമ്പോൾ എപ്പോഴും കൂടെ ചേർന്നിരുന്ന് സ്നേഹിക്കുന്ന ഭാര്യയേക്കാൾ തൻ്റെ ഭാരം ചുമക്കാൻ സഹായിക്കുന്ന ഭാര്യയാണ് ഏതൊരു പുരുഷനും ആഗ്രഹിക്കുക. ചേച്ചിക്കിപ്പോൾ ആവശ്യം ഒരു ജോലിയാണ്. അത് ഞാൻ ശരിയാക്കി തരാം. വിഷമിക്കാതിരിക്കുക മോളെ. ഒരുവിധം വിദ്യയെ പറഞ്ഞ് സമാധാനിപ്പിച്ച് ഫോൺ വയ്ക്കുമ്പോഴാണ് വീണയുടെ അച്ഛൻ വിളിക്കുന്നത്. എന്താ അച്ഛാ? മോളെ കാണാൻ ഒരു പെൺകുട്ടിയും അവളുടെ അച്ഛനും വന്നിട്ടുണ്ട്. ഡിവോഴ്സ് കേസാണെന്നാ തോന്നുന്നത്. ഞാൻ വരാം അച്ഛാ. മടിയിലിരുന്ന നിയമപുസ്തകങ്ങൾ മാറ്റിവെച്ച് അവൾ അയാൾക്ക് പിന്നാലെ ഉമ്മറത്തേക്ക് ചെന്നു. പ്രായമായൊരച്ഛനും മകളും. വീണ BSc LLB എന്ന ബോർഡിലേക്ക് നിറകണ്ണുകളോടെ നോക്കി നിൽക്കുന്ന പെൺകുട്ടിയെ കണ്ടതും വീണയൊന്ന് ഞെട്ടി. ശീതൾ അല്ല, അവളുടെ ഒരു നിഴൽ മാത്രം. ശരീരമാകെ മെലിഞ്ഞ് മുടിയൊക്കെ മുറിച്ച് പഴയ ശീതളാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്തൊരു രൂപം. ശീതൾ. വീണയുടെ വിളി കേട്ട് അവൾ തിരിഞ്ഞു. അപ്പോഴാണ് മുഖത്തിൻ്റെ ഒരു ഭാഗം മുഴുവൻ പൊള്ളിയിരിക്കുന്നത് കാണുന്നത്. മോളെ, എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണം. സ്നേഹിച്ചവൻ്റെ കൂടെ ഇറങ്ങിപ്പോയതാ. അവനൊരു സംശയരോഗിയായിരുന്നു മോളെ. ഏതോ ആക്സിഡൻറ്റിൽ അവൻ്റെ മുഖത്തൊക്കെ തുന്നൽപ്പാടൊക്കെ ഉണ്ട്. അവനോടുള്ള സഹതാപം കാരണം പോയതാ ഇവൾ. നന്നായി പഠിച്ചുകൊണ്ടിരുന്ന കൊച്ചാ. പഠിത്തം നിർത്തി ജോലിക്ക് വിടില്ല. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ അനുവദിക്കില്ല. ആരെയും ഫോൺ ചെയ്യാൻ സമ്മതിക്കില്ല. ഒടുവിൽ ഇവൾക്ക് സൗന്ദര്യം കൂടുതലാണെന്ന് പറഞ്ഞ് മുഖത്ത് ചൂടുവെള്ളം വരെ ഒഴിച്ചു. ഇനിയും ഈ ബന്ധം തുടർന്നു പോയാൽ എൻ്റെ കുഞ്ഞ് എന്തെങ്കിലും കടുകൈ ചെയ്യും. എങ്ങനെയെങ്കിലും മോൾ എൻ്റെ കുഞ്ഞിനെ അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കണം. നിറകണ്ണുകളോടെ ആ അച്ഛൻ വീണയുടെ മുൻപിൽ കൈകൾ കൂപ്പി. ശീതൾ. വീണയുടെ വിളി കേട്ട് നിസ്സഹായതയോടെ ശീതൾ അവളെ നോക്കി. പറഞ്ഞതല്ലേ മോളെ അന്നേ ഞാൻ, അവനൊരു സൈക്കോയാണ്. സ്നേഹിച്ചു പോയതുകൊണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ സഹിച്ചതാ. അവൻ ആക്സിഡൻ്റ് ആയപ്പോൾ കൂടെ നിന്നതാ ഞാൻ. പെട്ടെന്ന് വിവാഹം വേണമെന്ന് പറഞ്ഞപ്പോഴാ ഞാൻ എതിർത്തത്. എൻ്റെ പഠിത്തം, എൻ്റെ ലക്ഷ്യങ്ങൾ, എൻ്റെ ഭാവി ഇതൊന്നും ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ലായിരുന്നു. അതിനവൻ എനിക്ക് തന്ന ശിക്ഷയോ? അന്നവൻ പറഞ്ഞതൊക്കെ കള്ളമായിരുന്നു. ഞാനായിരുന്നില്ല അവനെ പ്രപ്പോസ് ചെയ്തത്, അവനായിരുന്നു. ഒരു പ്രാവശ്യം പോലും അവൻ എനിക്ക് ഫീസ് തന്നിട്ടില്ല. എൻ്റെ അച്ഛൻ്റെ അധ്വാനമാണ് എൻ്റെ വിദ്യാഭ്യാസം. എൻ്റെ അച്ഛനല്ലാതെ ആരും ഉണ്ടായിരുന്നില്ല അന്ന് എൻ്റെ കൂടെ നിൽക്കാൻ. തോൽക്കാനും ഞാൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ എൻ്റെ ലക്ഷ്യത്തിലെത്തിയത്. ശീതളിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. നീയും തളരരുത്. ഞാനുണ്ടാവും കൂടെ. നിനക്ക് മുന്നിൽ ജീവിതം ഇനിയുണ്ട്. മുന്നോട്ട് തന്നെ പോകണം നീ. കാർത്തിക്കിൻ്റെ കയ്യിൽ നിന്നും നിയമത്തിലൂടെ തന്നെ നിന്നെ ഞാൻ മോചിപ്പിക്കും. വീണ പറഞ്ഞു നിർത്തിയതും ശീതൾ അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. മാപ്പ്, മാപ്പ്. നിന്നെ മനസ്സിലാക്കാത്തതിൽ, നിന്റെ വാക്ക് കേൾക്കാത്തതിൽ
മറുപടി ഒന്നും പറയാതെ വീണ അവളുടെ മുടിയിൽ മെല്ലെ തലോടി. കണ്ടു നിന്ന രണ്ടച്ഛന്മാരുടെയും കണ്ണുകൾ നിറഞ്ഞു. വീണയുടെ അച്ഛന് തൻ്റെ മോളെക്കുറിച്ച് ആ നിമിഷം അഭിമാനമാണ് തോന്നിയതെങ്കിൽ ശീതളിൻ്റെ അച്ഛന് സന്തോഷമാണ് തോന്നിയത്. ഇത്രനാളും തൻ്റെ മകൾ അനുഭവിച്ച ദുരിതത്തിൽ നിന്നും അവൾ രക്ഷപ്പെടാൻ പോകുന്നു എന്ന സന്തോഷം. അവളെ രക്ഷിക്കുമെന്ന വാക്കു പറഞ്ഞത് അഡ്വക്കേറ്റ് വീണയാണ്. സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്കായി പോരാടുന്ന പ്രശസ്തയായ വക്കീൽ വീണ. ഇതുപോലെയുള്ള സുന്ദരമായ കഥകൾക്ക് വേണ്ടി ഈ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.